സഹസ്രനാമത്തിൻ്റെ 16 ശ്ലോകം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിനകത്ത്. ഇത് 17ാമത്തെ ശ്ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അത് കണ്ടിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലായ പീസ്ഫുൾ ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ നാമങ്ങളും എല്ലാത്തിൻ്റെ ശ്ലോകങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 17ാമത്തെ ശ്ലോകം തുടങ്ങുന്ന ഇങ്ങനെയാണ്: ഉഭേന്ദ്രോ വാമന പ്രാംശുരമോഘ ശുചിരൂർജിത അതീന്ദ്രോ സംഗ്രഹ സർഗോ ഹൃദാത്മാ നിയമോ യമ. ഇതാണ് ശ്ലോകം തുടങ്ങുന്നത്. ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇന്ദ്രൻ്റെ അനുജനായവനും കുറുകിയ ശരീരമുള്ള ആരാധിക്കപ്പെടേണ്ട വാമനനായ വലിയ രൂപത്തോടു കൂടിയവനും പ്രവൃത്തികളെ മുഴുവനും സഫലമാക്കുന്നവനും ഭക്തരെ പരിശുദ്ധനാക്കുന്നവനും അളവറ്റ ശക്തിയുള്ളവനും ബലവാനായവനും. ശക്തിയുള്ളവൻ എന്ന് പറയുന്നതും ബലവാനായവൻ എന്ന് പറയുന്നതും രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറയുകയാണ്. ഇന്ദ്രനേക്കാൾ വലിയവനും, പ്രളയകാലത്ത് ലോകത്തെ സൂക്ഷ്മരൂപത്തിൽ തന്നുള്ളിലാക്കുന്നവന്. സൂക്ഷ്മരൂപത്തിൽ ഭഗവാന്റെ ഉള്ളിലാക്കി സൂക്ഷിച്ചിട്ട് പിന്നെ പ്രളയം കഴിയും വീണ്ടും സൃഷ്ടി നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മരൂപത്തിൽ സ്വന്തം ശരീരത്തിൽ ഒതുക്കുന്നവനും സൃഷ്ടികർത്താവായവനും മാറ്റം വരാത്ത, ഒരിക്കലും ഒരു മാറ്റം ഭഗവാന് വരുന്നില്ല, മാറ്റം വരാത്ത രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനും സർവ്വചരാചരങ്ങളെ അതാത് നിയമത്തിൽ, ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ടല്ലോ. നമുക്ക് ഏതൊരു കാര്യത്തിനും അതിന് ഒരു എന്താ പറയുക, ശരിക്കും ഒരു റൂട്ട്, ഒരു നിയമം അത് നടപ്പിലാക്കുന്ന ആ നിയമത്തിൻ്റെ ആ വ്യവസ്ഥിതി അനുസരിച്ച് എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ രീതിയിൽ അത് നടപ്പാക്കുന്നവന്, പ്രപഞ്ചത്തെ നിയമത്തിൻ്റെ അധികാരത്തെ നിർത്തുന്നതിലും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനുമായ, അതായത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കണമെങ്കിൽ ഏതൊരു കാര്യത്തിന് നിയന്ത്രിക്കാൻ ഒരാൾ വേണമല്ലോ. ഇന്ന് സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ചന്ദ്രൻ വരുന്നു, നക്ഷത്രങ്ങളുണ്ടാകുന്നു, വെയിൽ വരുന്നു, മഴയുണ്ടാകുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയായവനും അത് നടത്തുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു. അതാണ് അതിൻ്റെ മീനിങ്. ഇതെല്ലാവരും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവരെല്ലാം ഇത് പഠിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠമാക്കുക. ജീവിതത്തിൽ എന്നും ഇതൊരു ജപം നിങ്ങളുടെ ഒരു, ശരിക്കും പറഞ്ഞാൽ അതൊരു ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റിയാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്നുള്ളതിന് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങൾ നാമം ജപിക്കുക, ഒരുപാട് കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുക, ഉയരങ്ങളിലെത്തുക. അടുത്ത നാമവുമായി വീണ്ടും വരുന്നവരേക്ക് ബൈ ബൈ.